സിംഹവും എലിയും എന്ന തലക്കെട്ടിൽ വളരെ പ്രിയപ്പെട്ട മറ്റൊരു പഞ്ചതന്ത്ര കഥ ഇതാ. നിബിഡമായ ഒരു വനത്തിൽ ഒരു സിംഹം വസിച്ചിരുന്നു. അവൻ തന്റെ ശക്തിയും പരാക്രമവും കൊണ്ട് എല്ലാ മൃഗങ്ങളെയും ഭരിച്ചു. ഒരു ദിവസം കാട്ടിലൂടെ കറങ്ങി നടക്കുമ്പോൾ സിംഹം ഒരു വേട്ടക്കാരന്റെ വലയിൽ അകപ്പെട്ടു. എത്ര കഷ്ടപ്പെട്ടിട്ടും സിംഹത്തിന് മോചനം നേടാനായില്ല. അവന്റെ ഗർജനങ്ങൾ കാടിനുള്ളിൽ പ്രതിധ്വനിച്ചു. ഗർജനം കേട്ട് മിത്ര എന്നു പേരുള്ള ഒരു എലി വന്നു. വലയിൽ കുടുങ്ങിയ സിംഹത്തെ കണ്ടപ്പോൾ അവൾ കരുതലോടെ അവന്റെ അടുത്തേക്ക് ചെന്നു. മിത്ര പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ ഈ കയറുകൾ കടിച്ചുകീറി നിങ്ങളെ മോചിപ്പിക്കാം. സിംഹ അമ്പരന്നെങ്കിലും രസിച്ചു. അവൻ പറഞ്ഞു, നീ വളരെ ചെറുതാണ്, നിനക്കെങ്ങനെ എന്നെ സഹായിക്കാനാകും? പക്ഷേ മിത്ര ഉറച്ചുനിന്നു. മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് അവൾ തളരാതെ കയറിൽ കടിച്ചു. ഒടുവിൽ വല കീറിമുറിച്ച് സിംഹത്തെ രക്ഷിച്ചു. സിംഹം വാക്കുകൾക്കതീതമായി നന്ദിയുള്ളവനായിരുന്നു. അവൻ മിത്രയോട് വളരെയധികം നന്ദി പറയുകയും അവളുടെ ദയ എന്നെങ്കിലും തിരിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മിത്ര കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ആകസ്മികമായി സിംഹത്തിന്റെ പിടിയിലായി. തന്റെ തെറ്റ് തിരിച്ചറിയും മുമ്പേ സിംഹത്തിന്റെ മൂർച്ചയുള്ള നഖങ്ങൾ അവളെ പിടികൂടി. അടിക്കാൻ സിംഹ കൈ ഉയർത്തിയപ്പോൾ മിത്ര ഭയന്നു വിറച്ചു. എന്നാൽ പിന്നീട് സിംഹ അവളെ തിരിച്ചറിഞ്ഞു. അവൾക്ക് കൊടുക്കാനുള്ള കടം ഓർത്ത് അയാൾ മടിച്ചു. ഒരിക്കൽ നീ എന്റെ ജീവൻ രക്ഷിച്ചു, സിംഹം പറഞ്ഞു. നിന്നെ ഞാൻ കൊല്ലില്ല, കാട്ടിലെ ആരും നിന്നെ ഉപദ്രവിക്കില്ല, സിംഹം എലിയോട് പറഞ്ഞു. ദയയും കാരുണ്യവും വിശാലമായ വിടവുകൾ പോലും നികത്താനും അപ്രതീക്ഷിത സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും കഴിയുന്ന സ്വഭാവമാണെന്ന് ഈ കാലാതീതമായ പഞ്ചതന്ത്ര കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഗുണഭോക്താവ് എത്ര ചെറിയവനാണെന്ന് തോന്നിയാലും കൃതജ്ഞതയുടെയും ദയയുടെയും പ്രാധാന്യവും ഇത് വ്യക്തമാക്കുന്നു.